ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ അതാ ബീച്ചിൽ അടുത്തത് എന്താ കഴിക്കണേ നോക്ക്. അച്ചുവച്ചും കാടമുട്ട വാങ്ങിക്കണവർ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവർ നല്ലോണമാണ് എൻജോയ് ചെയ്യാൻ വന്നിരിക്കണതെന്ന്. അതും കഴിഞ്ഞിട്ട് ഇവർക്ക് കാടമുട്ട മസാല തേച്ചത് കൊണ്ട് അതൊന്നും ഭയങ്കരമായിട്ട് എരിഞ്ഞുകൊണ്ടു കേട്ടോ സംഭവം. ഒരു വെള്ളം വാങ്ങാൻ പോയി. അഷിമോന് പൈസ കൊടുത്തിരുന്നു അവർക്ക് കേട്ടോ. എന്താ ഇഷ്ടമുള്ളതെങ്കിൽ വാങ്ങിക്കോന്ന്. അത് കഴിഞ്ഞിട്ട് വെള്ളം വാങ്ങിയിട്ട് ഇവർ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് ലാവയിൽ നിന്ന് കേക്ക് ഉണ്ടാക്കണതൊക്കെ സംഭവം ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ അതും വാങ്ങിച്ച് എല്ലാവർക്കും ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആഷിമോൻ എന്ത് വാങ്ങിച്ചു, കോളിഫ്ലവർ പൊരിച്ചത്. നല്ല ചൂടുണ്ട്, ചൂട് കൊടുക്കുന്ന ഫ്ലവർ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്ലവറും കഴിച്ച് ഇതുണ്ടോ ഏറ്റവും എന്താ പറയുക തിരമാലയിൽ ഇങ്ങോട്ട് തട്ടി തട്ടി കളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കണ ആരാ അറിയോ? എൻ്റെ കുഞ്ഞാറ്റ. മറ്റവരൊക്കെ പിന്നെ വലിയ കുട്ടികളായിട്ടാണ് അവർക്ക് അത് അറിയണേന്ന് കരുതാന്ന്. കുഞ്ഞാറ്റത് എന്ത് കണ്ടിട്ടാണ് ഇവളവിടുന്ന് പോരണേയില്ലടോ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത്. കാരണം വെച്ചാൽ പെട്ടെന്ന് തിരമാല വന്നാലോ അത് ഭയം. നല്ല ആർത്തിരമ്പിട്ട വരും. ഇവൾക്ക് ഒരു പേടിയില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചീത്ത പറഞ്ഞിട്ട് എന്താ, അത് പറഞ്ഞാൽ കേൾക്കൂല. അപ്പോൾ ആർത്തലച്ച് കരയാണ്. ഈ തിരമാലനേക്കാൾ ശക്തിയോടെയാണ് ഓളുടെ കരച്ചിൽ, കുഞ്ഞാറ്റയുടെ കരച്ചിൽ കേട്ടോ. അച്ചു ഇച്ചു എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതാ ഒരുത്തന് പിന്നെ യുദ്ധത്തിന് പോണ പ്രതീതിയിൽ എന്താ ഷൂസും ഷോക്സും ഒക്കെ ഊരിട്ട് ഇതാ പോണു മനു. ആരെയും കൊണ്ട് ഇച്ചുവിനെയും കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രിയിലെ വൈബ് പറയണ്ടല്ലോ, അത്ര സുന്ദരമായൊരു വൈബാണ്. കാരണം ബീച്ചിൽ രാത്രി നല്ല കാറ്റ്. അത് ആയിക്കൂടെ കുഞ്ഞാറ്റ് എങ്ങനെ ഉണ്ടാവും, അടിപൊളിയല്ലേ. ഹഷിമും കണ്ടോ അതിനെ കളിപ്പിക്കണത്, മനു എല്ലാവരും അതിന് ചുറ്റുമാണ് കേട്ടോ. അപ്പോൾ ബാക്കി നാളെ കാണാം. ഓക്കെ.